അതെ, ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേ രീതിയിലാണ് കേട്ടോ നമ്മളൊന്ന് ചെമ്മീൻ തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇത്രയും ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു സമയം തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് കൂടി ഒന്ന് തയ്യാറാക്കാൻ 1/2 കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 10 ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാളയായാലും മതിയാകും. ചെറിയ പീസ് ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കോരി മാറ്റാം. വെള്ളം വറ്റിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ചെമ്മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഇതേ രീതിയിലൊന്ന് കോരി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കണം. അപ്പോൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഈ തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, പൾസ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അരഞ്ഞ് പേസ്റ്റായി പോകാനൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതിയാകും. ഈ ഒരു പാകത്തിൽ. ഇനിയൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ തോരൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ തേങ്ങയുടെയും ഉള്ളിയുടെയും ആ ഒരു പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. 2 മിനിറ്റ് തന്നെ മതിയാകും. അപ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടുക. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈ ഒരു ചെമ്മീൻ തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്